ശ്രീമദ് ഭാഗവതം ക്ലാസ് 304. നമ്മളിന്ന് സ്കന്ധം 11 12-ാമത്തെ അധ്യായമായിട്ട് സത്സംഗ മഹിമ പറയുകയാണ്. ഇവിടെ സത്സംഗം എന്ന് ഉദ്ദേശിക്കുന്നത് ചില കാര്യങ്ങളിൽ ഒരു ഗുരുവിൻ്റെ സഹായം ആവശ്യമുണ്ട്. ഒരു ഗുരുവിനെ ശരിയായ നിലയിൽ നയിക്കുവാൻ വേണ്ടിയിട്ട് ഉദാഹരണമായിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ ഏത് തരത്തിൽ ചിന്തിക്കണമെന്നെല്ലാം പറഞ്ഞു കൊടുക്കാതെ ഒരു ഈശ്വരനുണ്ടോ എന്നുള്ളൊരു കാര്യം പോലും അറിയില്ലെങ്കിൽ, ആ ചിന്ത പോലും ഇല്ലെങ്കിൽ എന്താണ് ഈശ്വരൻ, ഏത് രൂപത്തിലാണ്, അതിനെപ്പറ്റിയുള്ള ഒരു ധാരണയില്ലെങ്കിൽ ആൾക്കാർ ഒരുമാതിരി സംശയാലുക്കളായി തീരും എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള. അത്തരം കാര്യങ്ങളിൽ ഈ വഴിയിൽ സഞ്ചരിക്കുന്ന, അതായത് ശരിയായ ബ്രഹ്മതത്വം ഗ്രഹിച്ച ഒരാളുടെ ഉപദേശം കിട്ടുന്നത് സൗകര്യമായിരിക്കും. അത്തരം ആളുകളായിട്ട് കൂടി നടക്കാനല്ല പറയുന്നത്, പോകേണ്ടത് ഒറ്റക്ക് തന്നെയാണ്. പക്ഷെ അത്തരം യോഗങ്ങളിൽ ചേർന്നിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് ഈ ഭഗവാനെ പറ്റിയുള്ള അല്ലെങ്കിൽ ആ ഈശ്വരനെ പറ്റിയുള്ള ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തിയെപ്പറ്റി അതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുന്ന വേദികൾ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. ആ വേദി നയിക്കുന്നത് അത്തരം ചിന്താഗതിക്കാർ, അവരെയാണ് ഭഗവാന്റെ ഭക്തർ എന്നെല്ലാം പറയുന്നത്. അത്തരം ഒരു സത്സംഗത്തെ പറ്റിയെല്ലാമുള്ള പരാമർശമാണ് ഈ അധ്യായത്തിലുള്ളത്. നമുക്ക് നോക്കാം. 1-2 ശ്രീകൃഷ്ണൻ, അദ്ദേഹം പരമാത്മാവ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ തുടങ്ങുന്നത്. ശ്രീകൃഷ്ണ പരമാത്മാവ്. അപ്പോൾ യഥാർത്ഥത്തിൽ കൃഷ്ണൻ്റെ അപ്പുറം പരമാത്മാവ് എന്ന പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതിനെ ചിന്തിച്ചുകൊണ്ട് വേണം ഇതിനെ, ആ ശക്തി പറയുന്നതായിട്ട് വേണം ഇതിനെ കാണാൻ. സാധുസംഘം എങ്ങനെ എന്നെ വശീകരിക്കുന്നുവോ അതുപോലെ ആസനം, പ്രാണായാമം മുതലായ യോഗം എന്നെ വശീകരിക്കുന്നില്ല. യോഗാഭ്യാസം പ്രാണായാമത്തിലൂടെയൊന്നും അത് ശരീരത്തിന് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം. ബ്രീത്തിങ് എക്സസൈസ്, പ്രാണായാമം, ഇതെല്ലാം ശരീരത്തിനെ ശക്തിപ്പെടുത്താനും മനസ്സിനെ ഏകാഗ്രമാക്കാനും എല്ലാം ഉള്ളതാണ്. പക്ഷേ അതുകൊണ്ട് ഈശ്വരൻ എന്താണെന്ന് മനസ്സിലാവില്ല. ഈശ്വരൻ എന്താണെന്ന് മനസ്സിലാക്കണ്ടെങ്കിൽ അത് കുറേ ചിന്തയിലൂടെ മാത്രമേ അതിനെ, കാരണം ശരിയായ രൂപവും ഭാവവും ഇല്ലാതെ ഒന്നാണ്, പറഞ്ഞു തരാനും പ്രയാസമാണ്. അപ്പം അങ്ങനെയുള്ളതിന് നമുക്ക് പെട്ടെന്ന് ഊഹിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. യോഗാഭ്യാസം ഇപ്പോൾ ആരും പ്രാക്ടീസ് ചെയ്യും. യോഗാഭ്യാസം പ്രാക്ടീസ് ചെയ്യുന്നതിന് ഈശ്വരനെ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം വിദേശികളെല്ലാം യോഗാഭ്യാസം ചെയ്യുന്നുണ്ട്, രോഗങ്ങൾ മാറ്റാനെല്ലാം അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രപഞ്ചം ഏതിൽ നിന്ന്, അതൊരു സയൻസ് വിഷയമാണ്, സയൻസിൻ്റെ അപ്പുറമാണ്. ആ സയൻസിനാണ് പാരാസയൻസ് എന്ന് പറയുന്നത്. അപ്പം അതിലേക്ക് പോകണമെങ്കിൽ ഒരു ഗുരു എന്ന് പറഞ്ഞാൽ ആ വഴിയിൽ കുറേ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂട്ടുകെട്ട് ആവശ്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സാധുസംഘം എങ്ങനെ എന്നെ വശീകരിക്കുന്നു, അത്തരത്തിലാണ് അവർക്ക് എന്നെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ആസനം ചെയ്തതുകൊണ്ടോ പ്രാണായാമം ചെയ്തതുകൊണ്ടോ മുതലായ യോഗം എന്നെ വശീകരിക്കുന്നില്ല. തത്വജ്ഞാനവും അഹിംസ മുതലാവിയും സ്വീകരിക്കുന്നില്ല. കുറേ തത്വജ്ഞാനം പറഞ്ഞുകൊണ്ടൊന്നും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റും. ആ പ്രപഞ്ചമേതിൽ നിന്ന്, കാരണം നമ്മളെ ശാസ്ത്രജ്ഞന്മാർ പോലും ഏതിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായി നോക്കി ഇലക്ട്രോൺ പ്രോട്ടോണെല്ലാം എത്തിയിട്ട് അവിടെ എത്തിയപ്പോൾ അവർക്ക് മന്ദം വിട്ടുപോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള വിഷയം നമ്മൾ തത്വജ്ഞാനം കൊണ്ടോ അഹിംസ പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. വേദം പഠിച്ചതുകൊണ്ടോ തപസ് ചെയ്തതുകൊണ്ടോ സന്യാസം കൊണ്ടോ ഒന്നും നടൻ പോകുന്നില്ല.
വശീകരിക്കുന്നില്ല. സന്യാസം പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊന്നും അത് കിട്ടാനൊന്നും പോകുന്നില്ല. സന്യാസത്തിൽ പോയവരൊന്നും ബ്രഹ്മസാക്ഷാത്കാരത്തിലെത്തിയിട്ടില്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിലും വേഗത്തിൽ അസുരന്മാരെ വിമർശിക്കുന്നവരെത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അഗ്നിഹോത്രം, കിണർ, കുളം കുഴിക്കുക, അതായത് ലോക നന്മ ചെയ്യുക, അഗ്നി കർമ്മങ്ങൾ ചെയ്യുക, മൂലായ കർമ്മവും ദക്ഷിണ കൊടുക്കുക, ഏകാദശി വ്രതം നോക്കുക, ഇതെല്ലാം കഴിഞ്ഞതിൽ പറഞ്ഞതാണ്. ഏകാദശി വ്രതം നോക്കുക, യാഗം നടത്തുക, മന്ത്രങ്ങൾ ജപിക്കുക, പിന്നെയോ ശൗചാദികൾ, നിയമങ്ങൾ, പിന്നെയോ ശരീര നിയന്ത്രണം, ഇവയൊന്നും എന്നെ വശീകരിക്കുന്നത്, എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇതെല്ലാം കഴിഞ്ഞതിൽ പറഞ്ഞതാണെങ്കിലും അതിലൂടെയൊന്നും എന്നെ വശീകരിക്കാൻ പറ്റില്ല. എന്നെ വശീകരിക്കണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിനെ ആദ്യം ഏകാഗ്രമാക്കിയതിൻ്റെ ശേഷം, എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിച്ചതിൻ്റെ ശേഷം അതിലൂടെ ചിന്തിച്ചിട്ട് ബ്രഹ്മത്തിലേക്ക് എത്തണം. കാരണം സാധുസംഗമം എന്നത് സകലവിധമായ ബന്ധനങ്ങളെയും ഇല്ലാതാക്കുന്നതാണ്. അതുകൊണ്ട് ഉത്തമമാകുന്നു. സാധുസംഗമത്തിലൂടെ എന്താണ് കിട്ടുന്നത്? സകലവിധ ബന്ധനങ്ങളും ഇല്ലാതാക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കും, ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് എന്ത് വേണം? നമ്മൾ എല്ലാറ്റിനെയും ത്യജിക്കണം. ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച്, ഒരു ബന്ധവുമില്ല, ഈ ലോകമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിട്ട്, അതാണ് ബന്ധങ്ങളെയും ഇല്ലാതാക്കുന്നതിൽ ഉത്തമമാകുന്നു. അപ്പം അങ്ങനെ ആ വഴിയിൽ നീങ്ങുന്ന വ്യക്തികളെ കണ്ടെത്തിയിട്ട് അവർ പറയും എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്ന്. അല്ലാതെ ഇപ്പോഴുള്ള ആത്മീയ പ്രഭാഷണമെല്ലാം നടത്തുന്നവർ കുടുംബത്തെ ഒന്നും ഉപേക്ഷിക്കാനൊന്നും പറയുന്നില്ല, ഒന്നും ഉപേക്ഷിക്കുന്നില്ല, അവർ പോലും ഉപേക്ഷിക്കുന്നില്ല. അപ്പോൾ അവരിൽ നിന്നല്ല കിട്ടേണ്ടത്, നല്ല സാധു സന്യാസി എന്ന് പറഞ്ഞാൽ ഈ വഴിക്ക് നീങ്ങുന്നവരിൽ നിന്ന് ആ തത്വം മനസ്സിലാക്കിയിട്ട് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വേർപെടാൻ ആദ്യം ശ്രമിക്കണം. ഇനി 3-6 രജോ ഗുണ തമോ ഗുണ പ്രധാനമായ അസംഖ്യം അസുരന്മാരും രാക്ഷസന്മാരും മൃഗങ്ങളും പക്ഷികളും ഗന്ധർവന്മാരും അസുരന്മാരും നാഗന്മാരും സിദ്ധന്മാരും ചാരണന്മാരും ഗുഹ്യന്മാരും വിദ്യാധരന്മാരും മനുഷ്യരിൽ തന്നെ വൈശ്യന്മാരും ശൂദ്രന്മാരും സ്ത്രീകളും തഴയപ്പെട്ടവരും വൃത്രാസുരൻ പോലെയുള്ളവരും പ്രഹ്ലാദൻ പോലെയുള്ളവരും ബലി, ഭഗൻ, സുഗ്രീവൻ, ഹനുമാൻ, ജാംബവാൻ, ആന, ജഡായു, ഗോകുലവാസികളായ ഗോപന്മാർ, അവരുടെ പത്നിമാർ, സാധുജന എന്നിവരെല്ലാം സാധുജന സംസർഗത്തിലൂടെ എന്നെ പ്രാപിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ വിഭാഗങ്ങളും ജാതി മതം ഒന്നുമില്ലാതെ സാധുജനങ്ങളുമായിട്ടുള്ള ഇത്തരം വ്യക്തികളെ, എല്ലാം ത്യജിച്ചു പോകുന്ന വ്യക്തികളെ പോലെയുള്ള സാധുക്കളുടെ സംസർഗത്തിലൂടെ അവരെല്ലാം എന്തായിട്ടുണ്ട്? ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് എന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് കൃഷ്ണൻ പറയുകയാണ്. പരമാത്മാവായ കൃഷ്ണൻ. അപ്പോൾ അത് ആർക്കുമാകാം. അത് പിന്നെ ബ്രാഹ്മണ ക്ഷത്രിയ അങ്ങനെ ഒന്നുമില്ല, ഹിന്ദു മുസ്ലിം ഒന്നുമില്ല. അവർക്കെല്ലാം ഈ മാർഗത്തിൽ പോകുന്നവരെ കണ്ടെത്തിയിട്ട് അവരുമായിട്ട് സംഘം ചേർന്ന് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എല്ലാ ബന്ധനങ്ങളും മുറിക്കാനുള്ള വഴിയാണ് ഉപദേശിച്ച് കൊടുക്കേണ്ടത്. 7 പറയുന്നു, അവർ വേദം പഠിച്ചവരല്ല, മഹാന്മാരെ സേവിച്ചവരല്ല. അവർ ഒരു മഹാന്മാരെയെ സേവിച്ചിട്ടില്ല, വ്രതങ്ങളൊന്നും അനുഷ്ഠിച്ചിട്ടില്ല, തപസ് ചെയ്തവരല്ല. സാധുജനങ്ങളുടെ സംഗമത്താൽ
എന്നെ പ്രാപിച്ചവരാണ്. സാധുജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതേമാതിരി വിരക്തി വന്നു പോയ സന്യാസിമാർ, ജീവിതമെല്ലാം ഉപേക്ഷിച്ചിട്ട്, നേരത്തെ പറഞ്ഞല്ലേ ഭ്രാന്തന്മാരമാരി പോകുന്ന ആൾക്കാരുണ്ടെന്ന്, അവരുമായിട്ട് കൂടിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞു കൊടുത്തരും എന്താണ്, അവർ കുറേ മനസ്സിലാക്കിയിട്ടാണ് ആ വഴിക്ക് പോകുന്നത്. അങ്ങനെയുള്ളവരുടെ സംഗമം ആണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ കാണുന്ന ആത്മീയ പ്രഭാഷണങ്ങളൊന്നുമല്ല. അവരൊന്നും കുടുംബത്തെ ഉപേക്ഷിക്കാനോ ഒന്നുമല്ല പറയുന്നത്. അവർ നാട്ടുകാര്യങ്ങളാണ് പറയുന്നത്. രാഷ്ട്രീയമാണ് ചിലർ ഇപ്പം പറഞ്ഞ് ഇപ്പം രാഷ്ട്രീയമാണ് അവർ പറയുന്നത്. ഇനി 8-9 ഗോപന്മാർ, പശുക്കൾ, ജ്ഞാനമില്ലാത്ത അന്യപ്രാണികൾ മുതലായവരും സാധുസംഗമ നിമിത്തം കൃതാർത്ഥരായി ഭവിക്കുന്നു. അപ്പം ഇത്തരം ആളുകളുടെ സംഗമം ലഭിക്കുകയാണെങ്കിൽ ഗോപന്മാരായാലും പശുക്കൾ അടക്കം എന്ന് പറയുക. അതേസമയം യോഗാഭ്യാസം, സാഖ്യം, ദാനം, തപസ്, വ്രതം, യാഗം, വേദപഠനം, സന്യാസം എന്നിവയും എന്നിവയാലും മറ്റും പ്രവർത്തിക്കുന്നവർ എന്നെ പ്രാപിക്കാത്തപ്പോൾ ആ നേരത്തെ പറഞ്ഞവർ അനായാസേന എന്നെ പ്രാപിക്കുന്നു. അപ്പം യോഗിയും മറ്റേത് വേദപഠനവും അതല്ല യോഗാഭ്യാസം, വേദപഠനം എല്ലാം എടുക്കുക, യോഗാഭ്യാസം എടുക്കുക, വേദപഠനങ്ങൾ നടത്തുക, വ്രതാനുഷ്ഠിക്കുക, യാഗങ്ങൾ ചെയ്യുക. ഇതൊന്നും ചെയ്തവർക്ക് അവർക്കൊന്നും ലഭിക്കുന്നില്ല അത്ര എളുപ്പത്തിൽ. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ സാധു സംഗമം നടത്തുന്നവരെ, അത്തരം വഴികളിലും ചലിക്കുന്നവരെ കണ്ടെത്തിയിട്ട് അവരെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ അനായാസം ആ വഴിയിലേക്ക് എന്നെ പ്രാപിക്കാൻ കഴിയും. ഇനി 10 അക്രൂരനാൽ ബലരാമനോടൊത്തുള്ള ഞാൻ മധുരയിലെത്തിയപ്പോൾ എന്നിൽ ദൃഢമായ പ്രേമത്താൽ അനുരക്തരായി എൻ്റെ വിയോഗത്തിൽ കഠിന മനോവേദന അനുഭവിച്ച അവർ, എന്നെ വിട്ട അവർ മറ്റൊരുത്തനിൽ സുഖത്തിന് കാരണമാകുന്നില്ല. അതായത് കൃഷ്ണൻ മധുര വിട്ടപ്പോൾ, മധുരയിലേക്ക് എത്തിയപ്പോൾ ഇവിടെയുള്ള ഗോപന്മാരും ഗോപികമാരും, അതിൽ ഗോപികമാർ അവരെല്ലാം ദുഃഖിച്ചിട്ടുണ്ട്. അവർക്ക് വേറെ ഒരു പുരുഷനെയും അവർ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കാണുന്നില്ല. അവരിലൊന്നും സുഖം കാണാതെ എന്നെ തന്നെ ചിന്തിച്ചിരുന്ന അവർക്ക് എന്നെ സാമീപ്യം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് പൊതുവെ ഭക്തിമാർഗത്തിലൂടെ അവർ കുറച്ചും കൂടി ഈശ്വരനോട് അടുക്കുന്നുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് പണ്ട് ബ്രാഹ്മണർ, കൃഷ്ണൻ വന്നപ്പോൾ ബ്രാഹ്മണർ ചെന്നില്ല. പക്ഷേ ബ്രാഹ്മണന്മാരുടെ പത്നിമാർ ഒന്നും ചിന്തിക്കാതെ ഇറങ്ങിയങ്ങ് പോയി. പ്രത്യേകിച്ച് സ്ത്രീകൾ യഥാർത്ഥത്തിൽ സ്ത്രീകൾ വേദങ്ങളൊന്നും പഠിച്ചവരല്ല. നേരത്തെ തന്നെ പറഞ്ഞ് അവർക്ക് വേദങ്ങളും അറിയില്ല, ഒരു ചുക്കും അറിയില്ല, കഥയും അറിയില്ല. ആ ഒരു ഈശ്വരനുണ്ട്, അത്രയേ അവർക്കറിയില്ല. ആ ഈശ്വരനെ വെച്ചിട്ടാണ് അവർ പോകുന്നത്. അപ്പം അവർക്ക് ഇന്ന ഈശ്വരനൊന്നുമില്ല. ഈശ്വരൻ്റെ പിന്നിലുള്ള കഥയെ അവർക്കറിയില്ല. അവർ യോഗാഭ്യാസവും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, മെഡിറ്റേഷൻ ചെയ്യുന്നില്ല. പക്ഷെ അവരിലൊരു അടുപ്പമുണ്ട്. ഏതോ ഒരു ശക്തിയും വെച്ചുകൊണ്ടങ്ങ് പോവുകയാണ്. അവരാണ്, അതുകൊണ്ടാണ് ഗോപസ്ത്രീകളെ വെച്ചുകൊണ്ട് പറഞ്ഞത്, എന്നെ വിരഹമുണ്ടായപ്പോൾ അവർക്കുണ്ടായിരുന്ന ആ വിരഹ ദുഃഖം എല്ലാം, ആ ഒരടുപ്പം, അതാണ്
സത്സംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനുമായി സംഗമിക്കാനുള്ള ആ ഒരു താല്പര്യം അത്തരത്തിൽ വേണം. അപ്പൊ സ്ത്രീകൾക്കാണ് കുറച്ചുകൂടി, അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അടുത്ത എന്താണ് പറയുന്നത് നോക്കാം. വൃന്ദാവനത്തെ 11 വളരെ പ്രിയനായ എന്നോടുകൂടി ഉത്തമമായ രാത്രികൾ അരക്ഷണം പോലെ തോന്നിയപ്പോൾ അവർക്ക് ഞാൻ ഇല്ലാത്ത സമയം കൽപ്പകാലത്തിന് സമമായി തോന്നി. അപ്പം നേരത്തെ ആ സ്ത്രീകളുടെ ഇതെല്ലാം വർണ്ണിച്ചതിലൂടെ ഇവിടെ വേറൊരു കാര്യമാണ് പറയുന്നത്. ആ സ്ത്രീകൾക്ക് ഞാൻ അടുത്തിരിക്കുമ്പോൾ അതൊരു അരനിമിഷമായിട്ടാണ് തോന്നുന്നത്. അത് എത്ര നേരം ഇരുന്നാലും ഒരു അരനിമിഷമായിട്ടാണ് തോന്നുന്നത്. എന്നാൽ ഞാൻ ഇല്ലാത്തപ്പോൾ അവർക്കൊരു കൽപ്പകാലം മാതിരിയാണ് തോന്നുന്നത്. ഇതേപോലെ വേണം നമ്മളും മനസ്സ് ആ ശക്തിയിൽ ഉറപ്പിക്കാൻ. അതിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല. അപ്പം ഗോപശ്രീകളെ നേരത്തെ വിവരിച്ചത് വെച്ചുകൊണ്ട് ഉപദേശം നൽകുകയാണ്. നമ്മളും ആ ബ്രഹ്മസാക്ഷാത്കാരം നേടണമെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥ, അതിന് വേദം പഠിച്ചിട്ട് കാര്യമില്ല, യോഗാഭ്യാസം ചെയ്തിട്ട് കാര്യമില്ല, ദാനം ചെയ്തിട്ട് കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഈ ഒരു മാനസികാവസ്ഥയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. എനിക്ക് ബ്രഹ്മത്തിൽ ലയിക്കണം, ബ്രഹ്മമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ ഒരവസ്ഥയാണ് സത്സംഗത്തിലൂടെ നമുക്ക് കിട്ടേണ്ടത്. ആ ജ്ഞാനമാണ് കിട്ടേണ്ടത്. അതാണ് ശരിയായ സംഘം ചേരുക. ആരുമായിട്ട്? ആ കൃഷ്ണനാകുന്ന പരമാത്മാവായിട്ട്. നമ്മൾ സത്സംഗം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുറേ ആളിരുന്നിട്ട് വാഴ കഴിക്കുന്ന നാട്ടുകാരും വീട്ടുകാരെ കാര്യങ്ങളും പറയും. ഇതൊന്നും സത്സംഗമല്ല. അവരൊന്നും യഥാർത്ഥ ഗുരുക്കന്മാർക്കാകാനും അവർക്ക് പറ്റില്ല. കാരണം നമ്മളോട് ഇതെല്ലാം വിരക്തി വന്നിട്ട് എറിഞ്ഞിട്ട് പോകാനുള്ള പറയാനുള്ള ഗഡ്സൊന്നും അവർക്കില്ല. അവിടെ വെച്ച് പറഞ്ഞു പോയാൽ എല്ലാവരും എണീച്ചു പോകും. അവർ പാടിയിരിക്കുന്നത് വേറെ എന്തെങ്കിലും അതും ഇതും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ രാഷ്ട്രീയം എല്ലാം ആയാൽ അങ്ങനെ കേട്ടിരിക്കാം. അല്ലാതെ ഇത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം അവിടെ നിന്ന് എണീച്ച് പോകും. അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത്. എന്ത് തരം മാനസികാവസ്ഥയാണ് ഉണ്ടാക്കേണ്ടത്. സ്ത്രീകൾക്കുണ്ടാകുന്ന വിരഹ ദുഃഖമുണ്ടല്ലോ, ഏറ്റവും തരം വിരഹ ദുഃഖക്കാർക്കാണ്, സ്ത്രീകൾക്കാണ്. അത്തരത്തിലുള്ള ഒരവസ്ഥ അത് കൃഷ്ണൻ്റെ നേരെ വേണം. ആ കൃഷ്ണനാകുന്ന പരമാത്മാവിൻ്റെ നേരെ വേണം. അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ. ഇനി 12 എന്നിൽ പ്രേമം കൊണ്ട് ബന്ധിക്കപ്പെട്ട മനസ്സോടുകൂടി ആ ഗോപികമാർക്ക് എന്നോടെന്ത്, ആ നേരത്തെ വിവരിച്ച് വെച്ചുകൊണ്ട് ആ ഒരു ബന്ധം വെച്ചുകൊണ്ട് ഇവിടെ പറയുകയാണ്. ആ ഗോപികമാർക്ക് എന്നോടെന്തൊരു ബന്ധമുണ്ടായിരുന്നോ, എന്തൊരു മനസ്സാണോ ഉണ്ടായിരുന്നത്, ഏതുപോലെ മുനിമാർ നാമരൂപങ്ങളെ എപ്രകാരം അറിയുന്നില്ലയോ. മുനിമാര് നാമരൂപങ്ങൾ എന്താണ്? തെങ്ങ്, ചക്ക, മാങ്ങ, ഇതിനെയൊന്നും അവർ പലതായിട്ട് കാണുന്നില്ല. അവരെല്ലാം ഒന്നായിട്ട് ബ്രഹ്മമായിട്ടേ അവരെല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുന്നുള്ളൂ. പേരിലൊന്നും അവർക്കൊരു താല്പര്യമില്ല. പേര് വെച്ചിട്ടാണല്ലോ പല വസ്തുക്കളും തിരിച്ചിരിക്കുന്നത്. അതിലൊന്നും അവർക്ക് താല്പര്യമില്ലാത്തതുപോലെ സ്ത്രീകൾക്കും എന്ത് സംഭവിക്കുന്നു? ഈ സമയത്ത് എന്നിൽ മാത്രം ചിന്ത അർപ്പിച്ചിരുന്നപ്പോൾ അവർ ദൂരത്തും അടുത്തുമുള്ളതിനെ അറിഞ്ഞില്ല. അവരടുത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയുന്നില്ല. അവരെ ചിന്ത ഏതിലേക്കാണ്? ആ ശ്രീഹരിയിലേക്ക്, ആ കൃഷ്ണനിലേക്ക്. ശ്രീഹരി എന്നാക്കണ്ട, അതിനെ ശ്രീഹരിയായിട്ട് നമ്മൾ ചിന്തിച്ചോളുക. നമ്മൾക്ക് ശ്രീഹരിയിലേക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിനാണ് നമുക്ക് പോകേണ്ടതെങ്കിൽ
ആ ഗോപികമാരുടെ മാനസികാവസ്ഥയിൽ നമ്മൾ ശ്രീഹരിയെ ചിന്തിച്ചു കൊള്ളണം. എങ്ങനെയെന്നാൽ സമുദ്രത്തിലേക്ക് നദികൾ വന്നു ചേരുമ്പോൾ സമുദ്രത്തിന് ഒരനക്കവുമില്ലാത്ത പോലെ പല സംഭവങ്ങൾ അപ്പുറം ഇപ്പുറം നടന്നാലും നമ്മളെ അത് എഫക്റ്റ് ചെയ്യരുത്. ആയിരക്കണക്കായ സ്ത്രീകൾ എന്നെ ആഗ്രഹിക്കുന്നവരായി, ആയിരക്കണക്കായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും എന്നെ ആഗ്രഹിച്ചുകൊണ്ട്, ആ നിമിഷത്തെ ആഗ്രഹിച്ചുകൊണ്ട്, ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ നിന്നെല്ലാം പറയുന്ന കേട്ടില്ലേ കവികൾ എഴുതി വെച്ച, ആ നിമിഷത്തെ ആഗ്രഹിച്ചുകൊണ്ട്, ആ നിമിഷത്തിൽ ആരെ ചിന്തിക്കുന്നില്ല? ഭർത്താവിനെയും ചിന്തിക്കുന്നില്ല, ഈ ചുറ്റുവട്ടമുള്ള ഒന്നിനെയും ചിന്തിക്കാതെ ആ ശക്തിയെയാണ് ആഗ്രഹിക്കുന്നത്. ആയിരക്കണക്കായ സ്ത്രീകൾ എന്നെ ആഗ്രഹിക്കുന്നവരായി എൻ്റെ സ്വരൂപം അറിയാണ്ടിരുന്നിട്ടും അവർക്ക് എൻ്റെ സ്വരൂപമൊന്നും അറിയില്ല. ആ നിമിഷത്തിൽ ഭർത്താവുമായിട്ട് തന്നെയായിരിക്കും. ആ നിമിഷത്തിൽ എൻ്റെ സ്വരൂപമൊന്നും അറിഞ്ഞിട്ടല്ല അവിടത്തേക്ക് എത്തുന്നത്. എവിടത്തേക്കാണ് എത്തുന്നത്? ആ സ്ഥലത്തേക്ക്. അവിടെ ആരാണുള്ളത്? ആ ഒരു എല്ലാം മറന്നിട്ടുള്ള ആ ഒരു ബ്രഹ്മസാക്ഷാത്കാരം മാതിരിയുള്ള അവസ്ഥയിലേക്ക്, അതെൻ്റെ രൂപം, കൃഷ്ണൻ്റെ രൂപം അറിഞ്ഞിട്ടല്ല അവിടെ എത്തുന്നത്. അല്ലാതെ ഭർത്താവിൻ്റെ അടുത്തേക്കല്ല എത്തുന്നത്. ആ സമയത്ത് എത്തുന്ന ഭർത്താവിലേക്കല്ല, ഭർത്താവിനെ എല്ലാം വിട്ടിട്ടാണ് പോകുന്നത്. ആ നിമിഷത്തിലേക്ക്. എന്നിട്ടോ എന്നെ അറിയാത്തവരായിട്ടും ആ സുഖം നൽകുന്ന ചോര പുരുഷനായിട്ടും, ഞാൻ കള്ളനായ പുരുഷനാണ് ആ സമയം, ആ ഞാനാണ് അവർക്ക് ആ സുഖം നൽകുന്നത്, അല്ല ഭർത്താവല്ല. ശരിക്കും ഭാവനയിൽ കണ്ടുകൊള്ളുക, അല്ലാതെ എങ്ങനെയാണ് പറയാൻ പറ്റുക? ആ നിമിഷത്തിൽ ഭർത്താവുമായിട്ടൊരു ബന്ധമില്ല. ആരുമായിട്ടാണ് ആ സമയത്തുള്ളത്? ആരുമായിട്ടാണ്? ആ കൃഷ്ണനുമായിട്ടാണ്, ആ ശ്രീഹരിയായിട്ടാണ്. ശ്രീഹരിയുടെ രൂപം അറിഞ്ഞിട്ടല്ല, അവിടെ എത്തിപ്പെടുകയാണ്. എന്നിട്ട് ആ ചോരനുമായിട്ടാണ് ആ നിമിഷം രമിക്കുന്നത്. ആ ചോരനായ പുരുഷനുമായിട്ടാണ് ആ സമയത്ത് രമിക്കുന്നത്. ചോരനായ പുരുഷനായിട്ടും പരബ്രഹ്മ പുരുഷനായ എന്നെ പ്രാപിക്കുന്നു. അവിടെ പരബ്രഹ്മ പുരുഷനെയാണ് അവളവിടെ പ്രാപിക്കുന്നത്. അപ്പം ആ നിമിഷത്തിൽ അവർ ബ്രഹ്മസാക്ഷാത്കാരമാണ് നേടുന്നത്. ആ ഒരവസ്ഥ. അപ്പോൾ താനില്ല, ഭർത്താവില്ല, ചുറ്റുവട്ടത്തിൽ ഒന്നും തന്നെയില്ല, ഏതോ ലോകത്തിലാണ്. അതേത് ലോകത്തിലാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്? കൃഷ്ണൻ്റെ ലോകത്തിൽ. ഇത്തരത്തിൽ വേണം നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ. അവർക്ക് ആ സമയം കുറച്ച് സമയമേ ഉള്ളൂ. പക്ഷേ പുരുഷന്മാർക്ക് അത് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ഉണ്ടാവും. പക്ഷേ ഇത് പുരുഷന്മാർക്ക് ഇതേപോലെ ആ ഒരൊറ്റ ചിന്തയോടുകൂടി അങ്ങ് പോകണം. അതിന് ഈശ്വരനെ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഈശ്വരൻ അള്ളയോ യഹോവയോ ഏതോ ആകട്ടെ, മനസ്സിൽ ആ ശക്തിയെ മാത്രം ചിന്തിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച്, കുടുംബത്തെ എല്ലാം ഇവരും ഉപേക്ഷിക്കുന്നുണ്ട്. ആ സമയത്തെല്ലാം ഉപേക്ഷിച്ചിട്ട് തന്നെയാണ്. ഉടുതുണി അടക്കം ഉപേക്ഷിച്ച് നേരെ ആ ശക്തിയെ തന്നെ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ ആ നിമിഷത്തിൽ അവിടെ ചേർന്നാൽ പിന്നെ തിരിച്ചു വരവില്ല. ആർക്ക്? പുരുഷന്മാർക്ക്. അപ്പോൾ ആരെയാണ് പ്രാപിക്കുന്നത്? പരബ്രഹ്മ പുരുഷനായ എന്നെ പ്രാപിക്കുന്നു. 14:5 ഉദ്ധവരെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. നീ ആ കൈകളാൽ എന്നെ ഭജിക്കുന്ന, തൊടുന്ന ആ കൈകളാൽ വിധിയെയും നിഷേധത്തോടും കൂടി
സന്യാസിയെയും ഗൃഹസ്ഥാശ്രമത്തെയും സന്യാസത്തെയും എല്ലാം വിട്ടൊഴിഞ്ഞ് കേട്ടതിനെയും കേൾക്കാൻ പോകുന്നതിനെയും എല്ലാം വിട്ടൊഴിഞ്ഞ് അപ്പം നമ്മളെല്ലാം വിടണം. അതേപോലെ എല്ലാം വിടണം. പിന്നെ സന്യാസവും വേണ്ട, ഒരു ചുക്കും വേണ്ട, കേട്ട കാര്യങ്ങളും വേണ്ട, ഇനി കേൾക്കാൻ പോകുന്ന കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. ഇപ്പം സന്യാസധർമ്മത്തെയും ഗൃഹസ്ഥാശ്രമധർമ്മത്തെയും എല്ലാം വിട്ടൊഴിഞ്ഞ് കേട്ടതിനെയും കേൾക്കേണ്ടതിനെയും എല്ലാം വിട്ടൊഴിഞ്ഞ് സകല പ്രാണികളിലും ആത്മാവായ എല്ലാ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ജീവജാലങ്ങളുടെ ആത്മാവായ എന്നെ തന്നെ നീ ശരണം പ്രാപിക്കുക. പിന്നെ നിനക്ക് എവിടെയും ഒരു ഭയവും ഉണ്ടാകില്ല. അപ്പോൾ ഉദ്ധവരോട് പറയാണ്, നീ എന്ത് ചെയ്താൽ മതി, എന്നെ തന്നെ ഭജിച്ചിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ എല്ലാം വിടുക, ഈ ലോകത്തെ വിടുക. എന്തായാലും പ്രളയം ഉണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് ഉദ്ധവരോട് പറയുന്നു, നീ എല്ലാം വിട്ടിട്ട് എന്നിലേക്ക് തന്നെ മനസ്സർപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിന്നെ എനിക്കൊരു ഭയം ഉണ്ടാകില്ല. പ്രളയം എന്താ നടക്കട്ടെ, ഒന്നും ഭയക്കേണ്ടതില്ല. അപ്പോൾ ഉദ്ധവർ പറയുകയാണ്, ഉദ്ധവരെന്താണ് 16 പറയുന്നത്, അല്ലയോ യോഗേശ്വര, താങ്കളുടെ തിരുവചനം കേൾക്കുന്ന എനിക്ക് എൻ്റെ മനസ്സിൽ ഇരിക്കുന്ന കർമ്മത്തെ വിടണോ സ്വീകരിക്കണോ എന്ന സംശയം ഉത്ഭവിക്കുന്നു. ആ ഭ്രമമുണ്ടാകുന്നു, എനിക്ക് മനസ്സിൽ ഭ്രമമുണ്ടാകുന്നു. അപ്പം എൻ്റെ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകണോ, എനിക്കെന്തെങ്കിലും കർമ്മങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകണോ, അത് ഉപേക്ഷിക്കണോ, ഉപേക്ഷിക്കേണ്ട എല്ലാം വിട്ടിട്ടാണോ പോകേണ്ടത് എന്ന സംശയം അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. അപ്പം കൃഷ്ണൻ പറയുകയാണ്, ആധാരചക്രത്തിൽ പര എന്ന പേരിലും, അപ്പം നട്ടെല്ലില് ആധാരചക്രത്തിലാണ് പര എന്ന പേരിലും, പര എന്നത് പരാസൈൻസ്, അതിനെയാണ് ബ്രഹ്മത്തിൽ കൊണ്ട് ലയിപ്പിക്കേണ്ടത്, അതിനെ ഉയർത്തുക. മണിപൂര ചക്രത്തിൽ പശ്യന്തി എന്ന പേരിലും ചില ചക്രങ്ങളെ പറ്റി പറയുകയാണ്. വിശുദ്ധ ചക്രത്തിൽ മധ്യമ എന്ന രൂപത്തെയും പ്രാപിച്ച്, അപ്പോൾ മനസ്സിനെ ഏകാഗ്രമാക്കി ഈ നട്ടെല്ലിൻ്റെ അടിയിൽ നിന്ന് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിനെ വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് മുഖത്തിലെത്തിക്കണം. മുഖത്തിൽ ഹ്രസ്വം എന്ന മാത്രകളും ഉദാത്തം എന്ന സ്വരവും കകാരം എന്ന വർണ്ണമായിട്ടും, അപ്പം തലയിലെത്തുമ്പോഴേക്ക് അത് വേവ് ഫോമിലാക്കി മാറും. വർണ്ണങ്ങളായിട്ടും സ്വരങ്ങളായിട്ടും ശബ്ദം എനർജി ഫോമിലായിട്ട് അതെല്ലാം കൂടി തന്നെയാണ് വൈവരി എന്ന പേരോടുകൂടി അറിയപ്പെടുന്നത്. അതിസ്ഥൂലമായ വേദമായി ഭവിക്കുന്നു. വേദം പറയുന്ന നിർദ്ദേശിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് ഭവിക്കുന്നു. ഇനി 18 അപ്പോൾ ഇത് യോഗയിലോട്ട് കുണ്ടലി, ആ സമയത്ത് കുണ്ടലിനി ഉയരുന്ന കാര്യമാണ് പറയുന്നത്. നമ്മളെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വർക്ക് ചെയ്യിപ്പിക്കുന്നത് മൂർധാവിൽ നിന്ന് താഴെ വരെയുള്ളത് ഹൃദയം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ്. നമ്മളെ സ്പൈനൽ കോഡിൽ കൂടിയുള്ള അവിടെ 2 നാഡികളുണ്ട്, ഇട പിങ്കള എന്നീ നാഡികളുണ്ട്. ഈ നാഡികളെല്ലാം പല ശാഖകളായിട്ട് പലയിടത്ത് വെച്ചിട്ട് വിഭജിക്കുന്നുണ്ട്. ആ നാഡികൾക്കാണ്, ആ വിഭജിക്കുന്ന കേന്ദ്രങ്ങൾക്കാണ് ഈ ചക്രങ്ങൾ എന്ന് പറയുന്നത്. ആ ചക്രങ്ങളിലൂടെയാണ് ആ നാഡികൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിച്ചതിൻ്റെ ശേഷം, അതായത് കാണുന്നില്ല, കേൾക്കുന്ന, ഒന്നിലും കാണാനും താല്പര്യമില്ല, കേൾക്കാനും താല്പര്യമില്ല, എല്ലാം ഉപേക്ഷിച്ചിട്ട് ഏതോ ഗുഹയിൽ പോയിരുന്ന് ആസനത്തിലിരുന്നു കൊണ്ട്, പിന്നെ കാണുന്നില്ല, നമ്മളൊന്നും കാണുന്നില്ല, ഗുഹയിലാണ് പോയിരിക്കുന്നത്, ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, ബാഹ്യമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ അവസ്ഥയിൽ അപ്പോൾ തന്നെ നമ്മളെല്ലാ അവയവങ്ങളും ക്ഷയിക്കും. ഭക്ഷണം എല്ലാം കുറക്കുമ്പോൾ തന്നെ അവയവങ്ങൾ ക്ഷയിക്കും. ശരീരത്തെ നമ്മൾ കളയുകയാണ്.
അപ്പം ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് ക്ഷയിക്കും. അതുകൊണ്ടാണ് ഒരു വടി പിടിക്കാൻ പറയുന്നത്. സന്യാസിക്ക് ഒരു വടി പറഞ്ഞിരിക്കുന്നത്. ആ വടിയിലെ ചിലവരെല്ലാം സന്യാസി എന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെ വടിയായിട്ട് എടുത്ത്. ഇതല്ല, ഭക്ഷണമെല്ലാം കഴിക്കാതെ ആകുമ്പോൾ നടക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഒരു വടിയായിട്ട് പോകണം. നമ്മൾ ഭക്ഷണമെല്ലാം കുറച്ച് വരുമ്പോൾ ശരീരങ്ങളെല്ലാം വീക്കായി വന്ന് നമ്മളൊന്നിനും കാണാതെ വയ്ക്കുമ്പോൾ നമ്മളെ ഇന്ദ്രിയങ്ങളെല്ലാം ക്ഷയിക്കും. ശക്തി ഉപയോഗിക്കാതെ ഒരു അവയവം ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് ക്ഷയിക്കും. അങ്ങനെ ക്ഷയിച്ചു കഴിഞ്ഞിട്ട് ഒരവസ്ഥയിലെത്തുമ്പോൾ നമ്മൾ ഗുഹയിൽ ഇരുന്നു കൊണ്ട് ഒന്നും കാണാത്ത അവസ്ഥയിൽ നമ്മൾ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഈ അടിയിലുള്ള ആധാരചക്രത്തിൽ നിന്ന് ശ്വാസം വലിക്കുമ്പോൾ അത് വലിഞ്ഞു വരുന്നമായി സങ്കല്പിച്ചിട്ട് ഇവിടെ മൂർധാവിൽ കൊണ്ട് ചേർക്കണം. ആ കാര്യമാണ് ഇവിടെ ചുരുക്കി പറഞ്ഞത്. ആ മൂർധാവിലെത്തുമ്പോൾ ഈ നാഡികളുടെ ഫങ്ഷൻ നിൽക്കും. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ നാഡികളുടെ പ്രവർത്തനം പൂർണ്ണമായി നിന്നു. പിന്നെ ഏത് നാഡികളെ വർക്ക് ചെയ്യുള്ളൂ? നമ്മളെ ഹൃദയത്തെ വർക്ക് ചെയ്യിപ്പിക്കുന്ന, ശ്വാസത്തെ വർക്ക് ചെയ്യിപ്പിക്കുന്ന അത്യാവശ്യമുള്ള നാഡികൾ. അത് നമ്മളെ കൺട്രോളല്ല, അത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ബാക്കിയുള്ള എല്ലാം വലിച്ച് മൂർധാവിൽ കൊണ്ട് ചേർക്കുക എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ. ഒരു സിഗ്നൽ സിസ്റ്റത്തിന് ഒരു പോസിറ്റീവും ഉണ്ട്, ഒരു നെഗറ്റീവും ഉണ്ട്. ആ നെഗറ്റീവും പോസിറ്റീവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക് ചെയ്യില്ല. അപ്പം ഇത് വേർപെടുന്ന നമ്മളെ മൂർധാവിൽ ഒരു പോസിറ്റീവും നട്ടെല്ലിൻ്റെ അടിയിലുമാണ് ആ നെഗറ്റീവ് കിടക്കുന്നത്. വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ട്. സിഗ്നൽ സിസ്റ്റത്തിന് പൊട്ടൻഷ്യൽ വ്യത്യാസമുണ്ട്. ഒരു ബാറ്ററി വർക്ക് ചെയ്യുന്നതിന് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അത് രണ്ടും ഒരു കമ്പ്യൂട്ടറിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ബാറ്ററി ഇല്ലാതെയായിപ്പോൾ ഇത് രണ്ടും ചേരുമ്പോൾ. അപ്പം നമ്മൾ മനസ്സുകൊണ്ട് അതിനെ വലിച്ച് ശരീരം വീക്കായി കഴിഞ്ഞാൽ ഉപയോഗിക്കാതെ വരുമ്പോൾ തന്നെ നാഡികളെല്ലാം ഒരുമാതിരി ചെയ്യും. പിന്നെ നമ്മൾ മൂലാധാരത്തിൽ നിന്ന് വലിച്ചിട്ട് നമ്മൾ മൂർധാവിൽ കൊണ്ട് ചേർക്കണം. വലിച്ച് ചേർക്കുക എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് വലിക്കുകയല്ല, നമ്മൾ തന്നെ വെറുതെ മനസ്സിലൊന്ന് ആ മൂലാധാരത്തിലൊന്ന് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വയ്ക്കുക. അവിടെ നമുക്ക് മനസ്സെത്തിക്കാൻ പറ്റും. നട്ടെല്ലിൻ്റെ അടിയിൽ നമ്മളെ മനസ്സുകൊണ്ട് ചിന്തിച്ച് നോക്കൂ, ആ അവിടെ എന്തോ ഒന്നുണ്ട്. അപ്പം നമ്മളെ മനസ്സാടെ എത്തി. എന്നിട്ട് ശ്വാസം വലിക്കുമ്പം അതിൻ്റെ കൂടെ ഇത് ഉയരുന്ന പോലെ നമ്മൾ ചിന്തിക്കണം. ശ്വാസം മുകളിലോട്ടേക്ക് വലിക്കുമ്പം ആ ബിന്ദു മെല്ലനെ പുറന്ന് വരുന്നതായിട്ട് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ വലിക്കണം, എന്നിട്ട് വിടണം. പിന്നെയും വലിക്കുമ്പം അവിടെ നിന്ന് വലിച്ചു വെറുക്കുന്നത് മാതിരി ചിന്തിക്കണം. ഒന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ അകത്തൊരു ചെറിയ ഫീലിംഗ് മനസ്സിലാവും. നമ്മുടെ മനസ്സവിടെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാം. ഈ വിരലിൻ്റെ അറ്റത്ത് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാം. നമ്മൾ മനസ്സിനെ വിരലിൻ്റെ അറ്റത്തേക്ക് സങ്കല്പിക്കുക. അത് നോക്കിയിട്ടല്ല, ഉള്ളിലൂടെ വിരലിൻ്റെ അറ്റത്ത് വെടിക്കും നോക്കിക്കോ. എന്നിട്ട് ആ വിരലിൻ്റെ അറ്റത്ത് എന്നിട്ട് വലിക്കുമ്പോൾ അവിടെ നിന്ന് ശ്വാസം വലിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നതായിട്ട് സങ്കല്പിക്കുക. അങ്ങനെ നാഡിയുടെ അടിക്കുന്ന വലിച്ച് വലിച്ച് ദിവസവും പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നാഡി ഉയരും. ആ ഉയരുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആയിരിക്കും. അതിനെയാണ് കുണ്ഡലിനി ഉയരുക എന്ന് പറയുക. അതിനെ വലിച്ചിട്ട് മൂർധാവിൽ ചേർക്കണം. ചേർക്കുന്നതോടുകൂടി നമ്മളെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനമെല്ലാം നശിച്ചു. അവിടെ എത്തുമ്പോഴേക്ക് ആ ചക്രങ്ങളുണ്ട്. ചക്രങ്ങളെപ്പറ്റി ആ ഭാഗം ഉപനിഷത്തിൽ വരുന്നിടത്ത് അതിനെപ്പറ്റി വിസ്തരിച്ച് പറയാം. ആധുനിക സയൻസിലൂടെ തന്നെ പറയാം. ഇപ്പോഴിവിടെ ഒരു വരിയിൽ പറഞ്ഞു വെച്ചതാണ്. അങ്ങനെ ചെയ്യുന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇനി 18 എന്നിട്ട് 18 അതിനെ ഒന്നുകൂടി വിസ്തരിക്കുന്നുണ്ട്. ആകാശത്തിലെ ചൂട്, ആകാശത്തിലാണല്ലോ സൂര്യൻ്റെ ആ ചൂടുണ്ടാകുന്നത്, കാറ്റ് വലിച്ച്
കാറ്റിൻ്റെ സഹായത്താൽ വലിച്ച് എടുക്കുന്നത് പോലെ അരണിയെ കടയുന്നത് പോലെ. അരണിയെ എങ്ങനെയാണ് കടയുക? ഇങ്ങനെ ഒരു തടി വെച്ചിട്ട് മറ്റേതെന്ന് അരണി ഇങ്ങനെ കടഞ്ഞെടുക്കുമ്പോഴാണ്, വലിക്കുമ്പോഴാണ് അഗ്നി അതിൽ നിന്നും ഉത്ഭവിച്ചു വരുന്നത്. അതുപോലെ വേണം നമ്മൾ കുണ്ടലിനിയുടെ അടിയിൽ നിന്നും വായുവിനെ വലിക്കാൻ. വായു നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ അവിടെ നിന്ന് അരണി കടയുന്നത് പോലെ വലിച്ചു മുകളിലേക്ക് എടുക്കണം. എന്നിട്ട് ബ്രഹ്മരന്ധ്രത്തിൽ കൊണ്ടുപോയിട്ട് ചേർക്കണം. ചുരുക്കി ഇവിടെ പറഞ്ഞു തന്നേ ഉള്ളൂ, അല്ലാതെ ഇതും കേട്ടിട്ടൊന്നും പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് അതുപോലെ വേദരൂപമായ വാക്കും എൻ്റെ ഞാനുമായി ചേരുന്നതിന് സഹായകരമായി തീരുന്നു ഈ വേദവാക്കുകൾ. ഇതെല്ലാം വേദത്തിലും ഉപനിഷത്തിലും വിവരിച്ചിട്ടുണ്ട്. അതിലൂടെ നമ്മൾ ഇതെല്ലാം ആ ശക്തിയിൽ നിന്ന് വന്ന വഴികളാണ്. ആ വഴിയിലൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നീയാം ബ്രഹ്മസാക്ഷാത്കാരം നേടാം. ഇനി 19, 20, 21 ഇതെല്ലാം ആർക്കേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ? ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ചില യോഗികൾ. അതാണ് സത്സംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നതല്ല, കുറേ ദിവസം കൊണ്ട് ചെയ്താലേ ഇത് നടക്കുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞു തരാൻ, ഇതിലേക്ക് ഇറങ്ങി തിരിച്ചവർക്ക് പറഞ്ഞു തരാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു സാമ്പാർ ഉണ്ടാക്കണ്ടെങ്കിൽ സാമ്പാർ ഉണ്ടാക്കുന്ന ആളെടുത്ത് പോകുന്നതല്ലേ നല്ലത്. അല്ലാതെ ആരെങ്കിലും പറഞ്ഞു തന്നുകൊണ്ടൊന്നും സാമ്പാർ ഉണ്ടാക്കാൻ പറ്റില്ല. സാമ്പാർ ഉണ്ടാക്കുന്ന ആളെടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ശരിക്ക് ചെയ്യുന്ന നോക്കിയിട്ടങ്ങ് നമുക്ക് ചെയ്യാം, എളുപ്പമാണ്. അതുകൊണ്ടാണ് സത്സംഗത്തിൻ്റെ പ്രാധാന്യം ഇവിടെ പറയുന്നത്. അല്ലാതെ പുസ്തകം വായിച്ചിട്ട് അത് ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു ഗുരുവിൻ്റെ സഹായം ആവശ്യമാണ്. ഇനി 19, 20, 21 19, 20, 21 സൃഷ്ടി നടന്ന ക്രമം ഒരു ചുരുക്കി വിവരിക്കുകയാണ്. അതിൽ ഉൾപ്പെട്ട എല്ലാ സംഗതികളും കൂടി ചുരുക്കി എന്ന് പറയുകയാണ്. ഈ വിധ സംഭാഷണവും കൈകളുടെ വ്യാപാരമായ കർമ്മവും, കൈകളുടെ ഈ വിധ സംഭാഷണം, വായിൽ നിന്നുള്ള സംഭാഷണം, കൈകളുടെ വ്യാപാരം എന്താണ്? കർമ്മങ്ങൾ ചെയ്യുക. കാലിൻ്റെ കർമ്മമായ നടത്തവും, കാലിൻ്റെ ജോലി എന്താണ്? നടക്കുന്നതാണ്. ഗോപ്യസ്ഥാനങ്ങളും വിസർജനമായ കർമ്മങ്ങളും, വിസർജിക്കുന്ന കർമാവയവങ്ങൾ, അവർക്ക് അതിൻ്റേതായ ജോലി. നുകരുന്ന, നമ്മൾ നുകരുന്ന എന്താണ്? സ്വാദ് നുകരും, കാഴ്ചയുണ്ട്, ശബ്ദമുണ്ട്, കേൾക്കുന്നതുണ്ട്. മനസ്സിൻ്റെ വ്യാപാരം എന്താണ്? സങ്കല്പം, മനസ്സിലൂടെ സങ്കല്പിക്കും. ബുദ്ധിയുടെ വ്യാപാരം എന്താണ്? ചിന്ത, ജ്ഞാനം. പിന്നെ അഹങ്കാരത്തിൻ്റെ വ്യാപാരം എന്താണ്? ഞാനെന്ന അഹങ്കാരത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? അഭിമാനം. പിന്നെ സത്വരജോ ഗുണങ്ങളായ വികാരങ്ങൾ, സത്വരജോ തമോ ഗുണങ്ങളിലൂടെയാണ് ആദിദൈവവും ആദിഭൂതവും ആധ്യാത്മികം എന്നീ 3 തരത്തിലുള്ള പ്രപഞ്ചവും ആയി ഈശ്വരൻ. ആ ഈശ്വരനാണ് ഈ 3 തരത്തിൽ പ്രപഞ്ചമായി മാറിയത്. എങ്ങനെ? ആ ഈശ്വരൻ ആദിയിൽ എന്തായിരുന്നു? സൃഷ്ടിക്ക് മുമ്പ് അവ്യക്തമായിരുന്നു. അതായത് സൃഷ്ടിക്ക് മുമ്പ് അവ്യക്തമായ ഈശ്വരനാണ് ഈ തരം അവയവങ്ങളിലൂടെയെല്ലാം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവൻ എങ്ങനെയായിരുന്നു സൃഷ്ടിക്ക് മുമ്പ്? ഏകനായിരുന്നു. വാക്കിനെന്ന് പറഞ്ഞാൽ ആദ്യം ഏകനായിരുന്നു. ആദ്യം വാക്കുൽഭവിച്ചു എന്ന് പറഞ്ഞാൽ വേദങ്ങൾ ഉത്ഭവിച്ചു. വാക്ക് എന്ന് പറഞ്ഞാൽ വേദങ്ങൾ, അല്ലെങ്കിൽ ഊർജം എന്നും പറയാം. വാക്ക് എന്ന് പറഞ്ഞാൽ എനർജി, ശബ്ദോർജം. ഊർജവും പ്രവഹിച്ചു. ഇന്ദ്രിയാദികളുടെ മായാശക്തിയാൽ, എന്നിട്ട് ഇന്ദ്രിയങ്ങൾ, ഈ ജീവജാലങ്ങൾക്കെല്ലാം പലവിധ ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനെ മായാശക്തിയാൽ ആണ് മുളപ്പിച്ചിരിക്കുന്നത്. മായാശക്തിയാൽ എങ്ങനെ മുളപ്പിച്ചു? വിത്ത് കൃഷിയുടെ അകത്ത് എന്താകുന്നു? മുളച്ചു വരുന്നു. എന്നിട്ട് വള്ളികളായിട്ട് വരുന്നത് പോലെ
അതേപോലെയാണ് പ്രപഞ്ചമുണ്ടായിരിക്കുന്നത്. ഒരു വിത്തിൽ നിന്ന് അത് മുളിച്ച്, വിത്തിൻ്റെ അകത്ത് എന്തുണ്ട്? അതിൻ്റെ ജനിതക ഘടനയുണ്ട്. അതിനനുസരിച്ചാണ് അത് വളരുന്നത്. മനുഷ്യനുണ്ടാകുന്നതിനും ഒരു ജനിതക ഘടനയുണ്ട്. അതിനനുസരിച്ചാണ് മനുഷ്യനായിട്ട് രൂപാന്തരം പ്രാപിക്കുക. അങ്ങനെയാണ് പ്രപഞ്ചവും രൂപാന്തരം പ്രാപിക്കുക. എല്ലാവരും ചുരുക്കി പറയലാണ്, ഭാവനയിൽ കണ്ടുകൊള്ളുക. അങ്ങനെയുള്ള ഈശ്വരൻ സർവത്തിൻ്റെയും ആദിയാകുന്നു. ആ ഈശ്വരനിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. ആ ഈശ്വരനെയാണ് നമ്മൾ ഈ തരത്തിൽ ഭാവനയിലൂടെ എത്തിച്ചേരേണ്ടത്. ഇനിയോ, സത്വരജോ തമോ ഗുണങ്ങളുടെ ആശ്രയഭൂതൻ. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ പ്രകാരമാണ് സൃഷ്ടികളെല്ലാം നടക്കുന്നത്. 3 അവസ്ഥകൾ. അത് തന്നെയാണ് സത്വരജോ തമോ ഗുണം. ലോകമെന്ന താമരക്ക് കാരണമായവൻ. ലോകത്തെ ഒരു താമരയോട് ഉപമിച്ച് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, താമരക്ക് ദിവ്യത്വം കൊണ്ടല്ല, ഉള്ളത് കൊണ്ടല്ല താമര പറഞ്ഞിരിക്കുന്നത്. താമര ഇങ്ങനെ പ്രധാനമായി പറയാൻ കാരണം, താമര ഉണ്ടായ പോലെയാണ് പ്രപഞ്ചമുണ്ടായിരിക്കുന്നത്. താമര എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? സാഗരം. ആദ്യം ഇവിടെ ശൂന്യമായ ഒരു സാഗരമായിരുന്നു ഉണ്ടായിരുന്നത്. സാഗരത്തിൻ്റെ അടിയിൽ നിന്ന് എവിടെ നിന്നോ ഒരു വള്ളി വന്നിട്ട്, താമരേൻ്റെ വള്ളി എവിടെയാണെന്ന്, ആ തണ്ടുണ്ടല്ലോ, അത് എവിടെയാണെന്ന് തപ്പി നോക്കിയാലേ കാണാൻ പറ്റും. നമുക്കൊന്ന് നേരെ അടിയിലുണ്ട്, അതൊന്നുമല്ല. ആദ്യം എവിടെ നിന്നോ വന്നിരിക്കുക. അതിനെ പിടിച്ചു പോയാലേ, അങ്ങനെ പോയാലേ അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ഈ പ്രപഞ്ചം സാഗരമായ ശൂന്യമായ കാരണസമുദ്രത്തിൽ നിന്ന് എവിടെ നിന്നോ ഒരു താമര വന്ന്, അതിങ്ങനെ ഒരു താമരേൻ്റെ തണ്ട് വന്ന് അതിങ്ങനെ വികസിച്ച് ഒരു താമരമായി വികസിച്ച് നിൽക്കുന്നു. സമുദ്രത്തിൽ താമര എത്രയേ ഉള്ളൂ? ഇത്രയേ ഉള്ളൂ. അതുപോലെ വിരാടരൂപമായ ആ ശക്തിയുടെ ഏതോ ഒരു മൂലക്കുന്ന്, കാലിൻ്റെ പാദത്തിൻ്റെ അടിയിൽ ഒരു പൊടിമാരി എന്ന് നേരത്തെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ എവിടുന്നോ ഒരു താമരമാരി പ്രപഞ്ചം ഉണ്ടായി. അതാണ് ഈ താമര വെച്ച് പറയാൻ കാരണം. അല്ലാതെ താമരക്ക് വേറെ പ്രാധാന്യമൊന്നുമില്ല, താമരക്കൊരു ദിവ്യത്വവും ഇല്ല. ഓരോ ഉദാഹരണം വെച്ച് പറഞ്ഞു, അതിനെ പിടിച്ചിട്ട് താമര എന്നാണ് ബ്രഹ്മാവ് ഉണ്ടായിരിക്കുന്നത്, ഇത്തരത്തിലാണ് ഉണ്ടായതെന്ന് പറയുകയാണ്. പിന്നെയും പറയുകയാണ് വേറൊരു തരത്തിൽ, നൂലിനാൽ വസ്ത്രം നെയ്യുന്നത് പോലെ ഇവിടെ പ്രപഞ്ചം മുഴുവൻ തരംഗം ഇങ്ങനെ വ്യാപിച്ചു. അതിൽ നിന്ന് വന്ന ഊർജമാണ് ആദ്യം വന്നിരുന്നത്. ആ ഊർജം പ്രപഞ്ചം മുഴുവൻ തരംഗമായിട്ട് ക്രോസും എല്ലാം പ്രവഹിച്ചു. ആ തരംഗത്തിലാണ് കണങ്ങൾ ഉണ്ടായത്. അത് ബ്രഹ്മം തൊട്ട് കൂട്ടൽ, ബ്രഹ്മം തൊട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂട്ടൽ എന്ന് പറഞ്ഞിട്ട് വേദം ഋഗ്വേദത്തിൽ തുടങ്ങുന്നതിനെക്കാട്ടി മുമ്പിൽ സൃഷ്ടിക്രമം വിവരിച്ചിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് തരംഗമായി വന്ന് കണങ്ങളായി മാറിയത്, ഒരു വല പോലെ എങ്ങനെയാണ് വിരിച്ചതെന്നെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ചുരുക്കി പറയുന്നത്. നൂലിലാൻ വസ്ത്രം നെയ്യുന്നത് പോലെ ഈശ്വരൻ ഋതുവായും കുറുകയും ആയിട്ട് നെയ്തതായിട്ട് തോന്നുന്നു. അങ്ങനെ തോന്നുന്നു. അത്തരത്തിലാണ് പ്രപഞ്ചം മുഴുവൻ ആ ശക്തി വ്യാപിച്ച്. അതെപ്പോഴാണ് ആ ഈശ്വരൻ? അത് അനാദിയാണ്. അതിൻ്റെ കാലമൊന്നും നിശ്ചയിക്കാം. അനാദി മുതൽ പ്രവൃത്തി സ്വഭാവത്തോടു കൂടിയ ഒരു സൃഷ്ടിക്രമം ഇവിടെ നടന്നിട്ടുണ്ട്. അതാണ് പ്രവൃത്തി സ്വഭാവത്തോടു കൂടി എന്തായി, ഏതൊരു സംസാര വൃക്ഷമുണ്ടായോ ഈ സംസാരത്തെ ഒരു വൃക്ഷമായിട്ട് ചിത്രീകരിക്കാൻ പോവുകയാണ്. പണ്ട് വിരാട സ്വരൂപമായിട്ട് പറഞ്ഞെങ്കിൽ ഇവിടെ ഈ പ്രപഞ്ചത്തെ വലിയൊരു വൃക്ഷമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട്, ഇതെല്ലാം കവി ഭാവനയിൽ പറയുന്നതാണ്. ഈ പ്രപഞ്ചത്തെ ഒരു വൃക്ഷമായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതിനാണ് സംസാര വൃക്ഷം. ഈ പ്രപഞ്ചമാകുന്ന സംസാര വൃക്ഷമുണ്ടോ അതിൽ നിന്നാണ് സ്വർഗവും മോക്ഷങ്ങളും കർമ്മങ്ങളും അതിൻ്റെ ഫലങ്ങളുമെല്ലാം ഉണ്ടായത്. ആ വൃക്ഷം രൂപത്തിലാണ്
സ്വർഗവും എല്ലാം ഉണ്ടായത്. എന്നിട്ട് ഈ 22 ഈ സംസാര വൃക്ഷത്തിൽ പാപപുണ്യം എന്നീ 2 വിത്തുകളുണ്ട്. സംസാര വൃക്ഷത്തില് പാപം പുണ്യം എന്നീ 2 വിത്തുകളുണ്ട്. അപ്പം വിത്താണ് പാപവും പുണ്യവും, ആ സംസാര വൃക്ഷത്തിൻ്റെ വിത്ത്. അതിന് കണക്കില്ലാത്ത വാസനകളാകുന്ന വേരുകളുണ്ട്. ആ വൃക്ഷത്തിൻ്റെ വേരുകളാണ് വാസനകൾ. അതിന് കണക്കൊന്നുമില്ല, പലതരം വാസനകളിലൂടെയാണ്. വാസന എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവ പലതരം താല്പര്യങ്ങൾ ഇതെല്ലാമാണ്. അത് ആ വേരുമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. 3 ഗുണങ്ങളുള്ള മരത്തടിയുണ്ട്. അതിനൊരു 3 ഗുണമുള്ള മരത്തടി എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങൾ എന്താണ്? സത്വരജോ തമോ ഗുണങ്ങൾ അതിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 3 ഒരു തടി എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ നടുവിലൊരു ഭാഗമുണ്ട്, പിന്നെ പുറം ഭാഗമുണ്ട്, പിന്നെ തോല്, ഇങ്ങനെ 3 മാതിരി. ഇതിന് 3 ഉള്ളൂ. സത്വരജോ തമോ ഗുണമുള്ള 3 തടിയുണ്ട്. 3 ഗുണങ്ങളോട് കൂടിയ പഞ്ചഭൂതങ്ങൾ എന്ന 5 ശാഖകളുണ്ട്. പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട 5 ശാഖകളായിട്ട് പറയുകയാണ് ആ വൃക്ഷത്തിൻ്റെ. അതിൽ നിന്നും ശബ്ദം പോലെ പഞ്ചരസങ്ങൾ പ്രവഹിക്കുന്നുണ്ട്. അതിൻ്റെ തടിയിൽ നിന്ന് രസങ്ങൾ, ശബ്ദം പോലെയുള്ള, ശബ്ദം മാതിരിയുള്ളതെല്ലാം, ശബ്ദം വെളിച്ചെല്ലാം അതിൽ നിന്നും ഉത്ഭവിക്കുന്ന രസങ്ങളാണ്. മരത്തിൽ നിന്ന് രസം എന്താണ്? പശ ഇറങ്ങുമല്ലോ, നീരിറങ്ങുമല്ലോ, അതുമാതിരി ഇറങ്ങുന്നതാണ് ഈ ശബ്ദം പോലെയുള്ള രസങ്ങൾ. പിന്നെ പിന്നെ സബ് ശാഖകൾ, ഈ തടിയിൽ നിന്ന് വേറെ തന്നെ ശാഖകൾ, 5 ശാഖ പറഞ്ഞിട്ടുണ്ടല്ലോ പഞ്ചഭൂതങ്ങൾ. അതിൽ നിന്നും പിന്നെ ശാഖകൾ 11 തരം ശാഖകൾ. അത് ഇന്ദ്രിയ ബലങ്ങളാണ്. എന്തെല്ലാം? 11. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും 1 മനസ്സും. അങ്ങനെ 5 ഉപശാഖകളുണ്ട്. എന്നിട്ട് ജീവാത്മാവ്, പരമാത്മാവ് എന്നീ 2 പക്ഷികളുടെ കൂടുകളുണ്ട് അതിൻ്റെ അകത്ത്. അതിൽ കൂട് കെട്ടിയിട്ടുണ്ട് 2 പക്ഷികൾ. ഏതെല്ലാം? നേരത്തെ പറഞ്ഞ ജീവാത്മാവും പരമാത്മാവും എന്ന 2 പക്ഷികൾ കൂട്ടിലുണ്ട്. നേരത്തെ പറഞ്ഞ ഹൃദയത്തിലാണ് കൂടി കെട്ടിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ മരത്തുമ്മലാക്കി. സുഖദുഃഖങ്ങൾ എന്ന ഫലങ്ങളുണ്ട്. അതിൻ്റെ അകത്തുണ്ടാകുന്ന കായ്കളാണ് സുഖവും ദുഃഖവും. അത് സൂര്യമണ്ഡലം വരെ വ്യാപിച്ചിരിക്കുന്ന ഈ വൃക്ഷം, സൂര്യമണ്ഡലം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന. ഇനി ഫലം ആഗ്രഹിക്കുന്ന ഗൃഹസ്ഥന്മാർ ഈ സംസാര വൃക്ഷത്തിൻ്റെ ദുഃഖരൂപമാകുന്ന ഫലം കഴിക്കും. അതിൽ 2 തരം ഫലമുണ്ടല്ലോ, സുഖഫലവും, സുഖം നൽകുന്ന സുഖം എന്ന ഫലവും ദുഃഖം എന്ന ഫലവും. അതിൽ ഫലം ആഗ്രഹിക്കുന്നവർ, ആഗ്രഹങ്ങൾ കൂടിയിരിക്കുന്നവര് സംസാര വൃക്ഷത്തിൻ്റെ ദുഃഖം എന്ന ഫലമാണ് കഴിക്കുക. ആഗ്രഹങ്ങളുള്ള മനുഷ്യര് ദുഃഖം എന്ന ഫലം എടുത്ത് കഴിക്കുക. അപ്പോൾ അവർക്ക് സ്ഥിരം ദുഃഖമായിരിക്കും. വിവേകികളായ സന്യാസിമാര്, അതായത് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവര് സുഖരൂപമായ ഫലത്തെ കഴിക്കും. അവർക്ക് സുഖം കിട്ടിയുള്ളൂ എന്ന് പറയുകയാണ്. നിങ്ങൾക്ക് സുഖം വേണ്ടിക്കിൽ സുഖഫലം കിട്ടണം, സുഖഫലം കഴിക്കണം. അത് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാം, നേരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മത്തിൽ പോയി ലയിക്കുക, അവിടെ സുഖം കിട്ടും. എല്ലാം ദുഃഖമെന്ന ഫലം കഴിച്ചു കഴിഞ്ഞാൽ അഭിലാഷങ്ങളുമായിട്ട് എപ്പോഴും ആഗ്രഹങ്ങളായിട്ട് അതിൻ്റെ പിന്നാലെ ഓടി നടക്കാം. മായാരൂപനായ പലവിധ രൂപങ്ങളോട് കൂടിയ പരമാത്മാവിനെ ഗുരുക്കന്മാരാൽ ആര് അറിയുന്നുവോ അവരാണ് വേദതത്വം അറിഞ്ഞവർ. വേദത്തിലെ തത്വം അറിഞ്ഞവർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവർ മായാരൂപമായ പലവിധ രൂപങ്ങളോട് കൂടിയവ പരമാത്മാവിനെ ഗുരുക്കന്മാരാൽ അറിയുന്നവനാണ് വേദതത്വം മനസ്സിലാക്കുന്നത്. അപ്പറഞ്ഞതിൻ്റെ അർത്ഥം വേദത്തിലെ പ്രപഞ്ചത്തിലുള്ള എല്ലാ രഹസ്യങ്ങളുമുണ്ട്, സയൻസുണ്ട്, ആത്മീയ രഹസ്യം എല്ലാം ഉണ്ട്. അതാരിൽ നിന്നറിയണം? ശരിയായ ഗുരുവിൽ നിന്നും മനസ്സിലാക്കണം. ഇനി 24 എന്നിട്ട് 24 ഉദ്ധവരോട് പറയുകയാണ്, ഈ വിധം ബുദ്ധിമാനായ നീ എന്ത് വേണം? നീയും എന്ത് വേണം? നീ ബുദ്ധിമാനാണ്, അതുകൊണ്ട് നീ എന്ത് വേണം? ബുദ്ധിഭ്രമമില്ലാതെ ഗുരുവിനെ ഉപാസിക്കുന്നത് കൊണ്ടും, ഗുരുവിനെ നല്ലൊരു ഗുരുവിനെ കണ്ടെത്തി ഉപാസിക്കുന്നത് കൊണ്ടും ഏകനായിട്ട് ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക, എന്നിട്ട് ഏകനായിട്ടുള്ള ഭക്തി, ഏകാന്ത ഭക്തിയോടുകൂടി കൂർമ്മയായ ജ്ഞാനമാകുന്ന കോടാലി കൊണ്ട്, അപ്പം ഗുരുവിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം അതായത് ഒരു കോടാലിക്ക് സമയമാണ്, നല്ല മൂർച്ചയുള്ള ഒരു കോടാലിക്ക് സമയമാണ് ഈ ജ്ഞാനം. ഗുരുവിൽ നിന്ന് കിട്ടുന്ന ഈ ജ്ഞാനം എങ്ങനെയാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകേണ്ടതെന്ന്, അതായത് എല്ലാ ബന്ധങ്ങളും അർത്ഥ വെച്ചിട്ടുണ്ണം പോകാൻ. അപ്പം ആ ജ്ഞാനമാകുന്ന കത്തി കൊണ്ട് ജീവോപാധിയായ ലിംഗശരീരത്തെ മുറിച്ച്, നമ്മുടെ ജീവോപാധിയായ ലിംഗശരീരത്തെ മുറിക്കണം എന്ന് പറഞ്ഞാൽ ഈ ശരീരവുമായിട്ടുള്ള ബന്ധങ്ങൾ, ശരീരം എല്ലാം ഈ ലോകത്തിലുള്ള എല്ലാമായിട്ടുള്ള ബന്ധങ്ങൾ മുറിച്ചെറിയണം. നമ്മളും ഈ ശരീരവുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം മുറിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ആത്മാവിനെ പ്രാപിക്കണം. എന്നിട്ട് നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരം നേടണം. അതിൻ്റെ ശേഷം അസ്ത്രത്തെ എടുത്ത്, പിന്നെ അസ്ത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, എടുത്ത് ദൂരെ കളയുക. അപ്പം ബ്രഹ്മസാക്ഷാത്കാരം കിട്ടും. അപ്പം പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതെല്ലാം എന്തിനാണ് പലതരത്തിൽ ഉപദേശിച്ചിരിക്കുന്നത്? ചുരുക്കം ഇത്രയേ ഉള്ളൂ, ഈ ലോകം ത്യജിച്ചിട്ട് പോയിക്കൊള്ളുക, എല്ലാം ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മമേ ശരണം എന്ന് വെച്ച് പോയിക്കൊള്ളുക, ബ്രഹ്മസാക്ഷാത്കാരം നേടാം.